ഓണല്ലേ ഓഫറൊക്കെ വേണ്ടേ ഒരു 7 സീറ്റ് വാഹനമായാലോ ഒരു അടിപൊളി 7 സീറ്റ് വാഹനം ഓഫർ പ്രൈസിൽ വന്നിട്ടുണ്ട് കാർലൽ ബൈ ട്രൂച്ചേഴ്സിൻ്റെ മറ്റു വീടിക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനീസ്. നമ്മുടെ ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പാണ്. മക്കരപ്പറമ്പിൽ 2 കിലോമീറ്റർ ഉള്ളോട്ട് കയറിയിട്ട് വെള്ളാട്ടുപറമ്പ് എന്നുള്ള വിജനമായ കുന്നും പ്രദേശത്ത് നമ്മൾ ഷോറൂം ലൊക്കേറ്റ് ചെയ്യുന്നത്. സെപ്റ്റംബർ 10 തീയതി നമ്മൾ 60 ബുക്കിംഗാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിന് നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും എൻ്റെ വളരെയധികം നന്ദി. 10 ദിവസം കൊണ്ട് 60 ബുക്കിംഗ് എന്നുള്ള ഏറ്റവും വലിയ ഹയസ്റ്റ് നമ്മുടെ നമ്പറാണ്. അപ്പോൾ അതിന് ഒരുപാട് പേര് നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് നല്ല അടിപൊളി ഒരു ഓഫറിലുള്ള ഒരു വാഹനം വന്നിട്ടുണ്ട്. അതും 7 സീറ്റ് വാഹനം XUV W82 എന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് വാഹനം 2012 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന KL01 ട്രിവാൻഡ്രം രജിസ്റ്റർ ചെയ്യുന്ന ബ്ലാക്ക് കളറുള്ള മിൻ കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു വാഹനം. W8 എന്നുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയൻ്റാണ്. ഏറ്റവും സെറ്റ് എല്ലാവിധ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട്. ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ പ്രൊജക്ട് ഹെഡ് ലാമ്പ് വരുന്നുണ്ട്, ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്, ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്, 6 എയർ ബാഗ് വരുന്നുണ്ട്. അങ്ങനെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട്. മാത്രമല്ല നോർമൽ ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഏറ്റവും സെറ്റ് എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി മിൻ കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു അടിപൊളി കളറിലും കൂടി നിൽക്കുന്ന ഒരു വാഹനം. ബ്ലാക്ക് കളർ എന്നാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇത് സെറാമിക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വാഹനം വെട്ടി തിളങ്ങുന്നതാണ് ഈ ഒരു ബ്ലാക്ക് കളറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 60-70% നാല് ടയേഴ്സും വരുന്നുണ്ട്. ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒരേപോലെ നല്ല രീതിയിൽ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങൾ ഒന്നുമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്നൊരു വാഹനം. ലെതർ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഓൾറെഡി ഈ കമ്പനിന് ഈ W8 എന്നുള്ള വേരിയൻറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഒരു ബീജും ആ ഒരു ക്രീമും കളർ കോമ്പിനേഷൻ തന്നെ വാഹനം ഇൻറ്റീരിയർ ഭാഗം നല്ല രീതിയിൽ അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു സീറ്റ് കവറിൻ്റെ കാര്യം സപ്പോർട്ട് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ആ ഒരു ലെതർ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിന് കമ്പനി ഈ W8 എന്നുള്ള വേരിയൻറ്റിനകത്ത് തന്നെ ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ എടുക്കുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് ഇതിനകത്തേക്ക് ആക്സറീസോ കാര്യങ്ങളോ ഒന്നും തന്നെ അഡീഷണലി ചെയ്യേണ്ട ആവശ്യം എന്തായാലും ഈ ഒരു വാഹനത്തിൽ വരുന്നില്ല. പിന്നെ നോർമൽ സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്തു പോയാൽ മതി. മേജർ സർവീസ് കാര്യങ്ങളെല്ലാം ഓൾറെഡി കഴിഞ്ഞ ഒരു വാഹനം കൂടിയാണ്. പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും എടുക്കുന്ന ഒരാൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുള്ളതും സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഒരു വാഹനം ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ്. 7 സീറ്റ് വാഹനമാണത്. ഈ വാഹനത്തിൻ്റെ പ്രൈസിങ് വരുന്നത് 4,60,000 രൂപയാണ്. അതിനകത്ത് 4,60,000 നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിന് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അപ്പോൾ 0 ഡൗൺ പേയ്മെൻറ്റിൽ സ്വന്തമാക്കാൻ പറ്റിയ ഒരു 7 സീറ്റ് വാഹനം കൂടിയാണിത്. ഇത്തരത്തിൽ ഒരുപാട് വാഹനങ്ങളാണ് നമ്മുടെ അടുത്ത് പുതുതായിട്ട് ഓണത്തോടനുബന്ധിച്ച് ഓഫർ പ്രൈസിൽ സ്വന്തമാക്കാൻ ഒരുപാട് വാഹനത്തിൻ്റെ കളക്ഷൻ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഇതിനൊക്കെ ഫുൾ ഡീറ്റെയിൽസ് വാട്സപ്പ് നമ്പറിനകത്ത് പോയി കഴിഞ്ഞാൽ കാറ്റലോഗ് പോയി കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് വാഹനങ്ങളുടെ എല്ലാ വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഏതെങ്കിലും ഒരു വാഹനത്തിൻ്റെ സെപ്പറേറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ പേഴ്സണലി മെസ്സേജ് ചെയ്താൽ മതി. ഓൾ കേരള ഫിനാൻസ് ഫെസിലിറ്റി, ഓൾ കേരള ഡെലിവറി കാര്യങ്ങൾ എല്ലാം ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഓൾറെഡി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫിനാൻസിൻ്റെ ടീം കേരളത്തിൽ എവിടെ ചെയ്യാനും അതിൻ്റെ ടീം കാര്യങ്ങളെല്ലാം ഇവിടെ സജ്ജമാണ്. പിന്നെ മാത്രമല്ല നിങ്ങൾ തിരുവനന്തപുരത്തുള്ള ഒരാൾക്ക് വാഹനം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങോട്ട് ഡയറക്റ്റ് വരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാം. വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാം കിട്ടും. ഇപ്പോൾ ഇന്ന് രാവിലെ കൂടി നമ്മൾ ഒരു KV ട്രിവാൻഡ്രത്തുള്ള ഒരു കസ്റ്റമർക്ക് നമ്മളൊരു വാഹനം അങ്ങോട്ട് സെയിൽ ചെയ്യുന്നു. ആ പുള്ളിയുടെ മൈക്ര ഇങ്ങോട്ട് നമ്മൾ പിന്നെ എക്സ്ചേഞ്ച് ത്രൂ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ അത് പുള്ളി കിടക്കുന്നത് ഗൾഫിലാണ്. ലോൺ ചെയ്യുന്നത് പുള്ളിയുടെ നാട്ടിലുള്ള ഭാര്യയുടെ പേരിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സർവീസ് കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ നാട്ടിലില്ലെങ്കിൽ പോലും വീട്ടിലുള്ള ആരെങ്കിലും പേരിൽ ലോൺ ചെയ്യുന്നു. നിങ്ങളുടെ എക്സ്ചേഞ്ചുള്ള വാഹനമാണെങ്കിൽ അത് നമുക്ക് അതിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസും കാര്യങ്ങൾ അയച്ചു തരുന്നു. നമ്മുടെ വാഹനങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട്. എല്ലാം ഒരു വിശ്വാസപ്പുറത്താണ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിലൊരിക്കലും കളങ്കം വരാത്ത രീതിയിൽ ഞങ്ങളും തീർച്ചയായിട്ടും സഹകരിക്കുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ആരെങ്കിലുമൊക്കെ വാഹനം നിങ്ങൾ നാട്ടിലില്ലെങ്കിൽ പോലും നമ്മളതിൻ്റെ എല്ലാവിധ സപ്പോർട്ട് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് വാഹനങ്ങൾ നമുക്ക് ഇന്ന് വീഡിയോയിൽ കാണിക്കേണ്ടത്. ഏതൊക്കെ ഇന്നത്തെ വീഡിയോയിലെ വാഹനങ്ങൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ അടുത്ത വാഹനം ഹോണ്ടയുടെ ഒരു 7 സീറ്റ് വാഹനമാണ്. അതും ഡീസൽ എഞ്ചിനിൽ വരുന്ന വാഹനം. ഹോണ്ട മൊബിലിയോ S എന്നുള്ള വേരിയൻ്റ് വാഹനം 2014 മോഡൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഒരു വാഹനമാണ്. KL45 ഇരിങ്ങാലക്കുട രജിസ്ട്രേഷൻ ചെയ്ത വാഹനം. S എന്ന് പറഞ്ഞാൽ മിഡിൽ ഓപ്ഷനാണ്. ബേസിക് ഒരു വാഹനത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ID ടെക് എഞ്ചിനിൽ വരുന്ന ഒരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ 20-22 റേഞ്ചിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം. കമ്പനി 24 കിലോമീറ്ററാണ് ഇതിന് മൈലേജ് അവകാശപ്പെടുന്നത്. നമുക്ക് എന്തായാലും ഒരു ആവറേജ് 20 കിലോമീറ്റർ എങ്ങനെയായാലും നമുക്ക് ഈ ഒരു വാഹനത്തിന് മൈലേജ് പ്രതീക്ഷിക്കാം. 7 സീറ്റ് ചെറിയൊരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് വാഹനം അത്യാവശ്യം മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനമാണ് ഹോണ്ട മൊബിലിയോ എന്നുള്ള വാഹനം. S എന്നുള്ള വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിങ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, സ്റ്റിയറിംഗ് കൺട്രോൾസ്, സെൻട്രൽ ലോക്കിംഗ്, അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്. അഡീഷണലി നല്ലൊരു അലോയ്സ് ഒക്കെ ഇതിനകത്ത് ആക്സറീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബോഡി കാര്യങ്ങളെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നു. ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചസ് ഉണ്ടെന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് നെഗറ്റീവ്സ് ആയിട്ടൊന്നും തന്നെ പറയാനില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്ത് 1100 എന്നുള്ളൊരു ഫാൻസി നമ്പറൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 60-70% ടയർ കണ്ടീഷൻ നിൽക്കുന്നുണ്ട്.
എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെയാണ് വാഹനം നിൽക്കുന്നത്. എക്സ്റ്റീരിയറിൻ്റെ ഈ ചെറിയ പെയിൻറ്റിൻ്റെ സ്ക്രാച്ച് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് നെഗറ്റീവ്സ് ഒന്നും പറയാനില്ല. ഇൻറ്റീരിയറത്തെ കിടക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവറൊക്കെ അതിനകത്ത് അഡീഷണലി ചെയ്തിട്ടുണ്ട്. പിന്നെ കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്, സ്റ്റീരിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. ഒരു വാഹനത്തിന് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഈ ഒരു മൊബൈലിയോ എന്നുള്ള വാഹനത്തിനകത്ത് കമ്പനീന് എസ് എന്നുള്ള വേരിയൻറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. മിറർ ഫോൾഡിങ്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ബാക്ക് അത്യാവശ്യം നല്ല ലെഗ് സ്പേസിലുള്ള ഒരു വാഹനം കൂടിയാണിത്. മേജർ സർവീസ് കാര്യങ്ങളെല്ലാം ഓൾറെഡി കഴിഞ്ഞതുമാണ് ഈ ഒരു വാഹനത്തിന്. അപ്പോൾ എടുക്കുന്ന ഒരാൾക്ക് ഇനി മേജർ സർവീസിനെ പറ്റിയ കാര്യങ്ങൾക്കൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഏകദേശം 1 lakh കിലോമീറ്റർ ക്രോസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഹനം. എഞ്ചിൻ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്രോൺ ഭാഗങ്ങളിലൊന്നും ഡാമേജ് ഇല്ല, ക്രോസ് ബമ്പറിന് ഡാമേജ് ഇല്ല. പിന്നെ അതേപോലെ തന്നെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും ID Tech എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളതുമില്ല. ഈ സൈഡും പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. നല്ല 1 lakh above കിലോമീറ്റർ ഓടിയ വാഹനമാണെങ്കിലും നല്ല പുതിയ പോലെ നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ആ എഞ്ചിൻ പാർട്ടിലേക്ക് കിട്ടുന്നത്. ടർബോൻ്റെ ഭാഗങ്ങളിലോ അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിലൊന്നും ഓയിലിൻ്റെ അംശമോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പക്ക ഒരു ഫുൾ മെറ്റൽ പീസ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല വൃത്തിയിൽ നിൽക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ ഈ ഒരു വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഗ്രില്ലൊന്ന് പെയിൻറ്റ് അടിക്കണ്ടോ, കാരണം ഗ്രില്ലിങ്ങനെ ചെറുതായിട്ട് സ്ക്രാച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രമാണ് ചെറിയൊരു പോരായ്മകളുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ റൂഫിൻ്റെ കളറിങ് ചെറുതായിട്ടൊന്ന് ഫെയ്ഡായി വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു വൈറ്റ് കളർ ഫെയ്ഡിങ് വരുന്നുണ്ട്. ആ ഒരു കാലപ്പഴക്കം കൊണ്ട് വരുന്നതാണ്. ഏകദേശം 10 വർഷത്തോളം ആയതുകൊണ്ട് അതിൻ്റെ ഒരു പഴക്കം മാത്രമാണ് ഒരു ഫെയ്ഡിങ് വരാൻ കാരണം. അങ്ങനെ റീപെയിൻ്റൊന്നും കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് ആ ഒരു ഫെയ്ഡിങ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രമാണ് ചെറിയ രീതിയിലൊരു നെഗറ്റീവ്, ഒരു ഡിഫക്റ്റുള്ള ഒരു 5,000 rupees പിന്നെ എക്സ്പെൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ഈ ഒരു സംഭവം ചെറിയ രീതിയിൽ ടച്ച് ആൻഡ് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും. അപ്പോൾ ഈ ഒരു വാഹനത്തിന് ഏകദേശം 4,90,000 സംതിങ് നിങ്ങളുടെ പ്രൈസ് വരുന്നത്. 4,85 നിങ്ങൾക്ക് ഈ ഒരു വാഹനം നെറ്റ് പ്രൈസിൽ സ്വന്തമാക്കാം. ഒരു 4.5 ലക്ഷം വരെയൊക്കെ നമുക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഒരു 7 seat ഡീസൽ എഞ്ചിന് നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം ലഭിക്കുന്നൊരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. 4 വർഷത്തേക്കാണ് ഇതിൻ്റെ EMI സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം ഒരു 10 to 11 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI. നമ്മുടെ അടുത്ത വാഹനം ഹ്യൂണ്ടൈൻ്റെ മറ്റൊരു ഹാച്ച്ബാക്ക് സെഗ്മെൻറ്റ് വാഹനമാണ് ഹ്യൂണ്ടൈ എലൈറ്റ് i20 2015 മോഡൽ വരുന്ന വാഹനം. മാഗ്ന വരുന്ന വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന KL14 കാസർഗോഡ് രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. മാഗ്ന എന്ന് പറഞ്ഞാൽ ബേസിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന ഒരു ഓപ്ഷനാണ്. ഇറ കഴിഞ്ഞാൽ മാഗ്ന, അത് കഴിഞ്ഞാൽ സ്പോർട്സ്, അത് കഴിഞ്ഞാൽ ആസ്റ്റ. അങ്ങനെ 4 വേരിയൻസ് ആയിട്ടാണ് വാഹനം i20 എന്നുള്ള വാഹനം നിരത്തുകളിൽ ഇറങ്ങിയിട്ടുള്ളത്. അറിയാത്തവരുണ്ടാകും, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ പലരും മാഗ്ന ബേസ് മോഡലാണോ എന്നുള്ള സംശയമുണ്ട്. മാഗ്ന ബേസ് മോഡലല്ല, ഇറയാണ് ബേസ് വരുന്നത്. ഇതിനകത്ത് ഇറ ബേസിൻ്റെ മുകളിൽ നിൽക്കുന്ന വേരിയൻ്റാണ് മാഗ്ന. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. 4 door പവറുണ്ട്, AC പവർ സ്റ്റാരിങ്, സെൻട്രൽ ലോക്കിംഗ്, അങ്ങനെ ബേസിക്കലി ഒരു വാഹനത്തിന് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സാണ് മാഗ്ന എന്നുള്ള വേരിയൻറ്റിനകത്ത് കമ്പനി കൊടുത്തിട്ടുള്ളത്. പിന്നെ നല്ലൊരു ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് ഒക്കെ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്, അഡീഷണൽ ഫിറ്റിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എലൈറ്റ് i20യുടെ പെട്രോളിലെ മൈലേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 13 to 14 റേഞ്ചിലാണ് നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്നത്. ഒരു ഡോർ റീപ്ലേസ് ഉണ്ട് എന്നുള്ള ചെറിയ പോരായ്മ ഈ ഒരു വാഹനത്തിനകത്തുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് എക്സ്റ്റീരിയർ ഭാഗത്തുകൾ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ചെറിയ രീതിയിൽ റീപെയിൻറ്റ് വർക്കും വാഹനത്തിനകത്ത് നടന്നിട്ടുണ്ട്. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 4 ടയറും ആവറേജ് ടയറാണ് നിൽക്കുന്നത്. പിന്നെ ഇൻറ്റീരിയറിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അഡീഷണലി ചെയ്തിട്ടുണ്ട്, അഡീഷണൽ എക്സ്ട്രാ ആക്സറീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കമ്പനി സ്റ്റീരിയോ, സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഈ ഒരു വേരിയൻറ്റിനകത്ത് മാഗ്ന എന്നുള്ള വേരിയൻ്റ് ആണെങ്കിലും കമ്പനി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വേരിയൻറ്റിനകത്ത് തന്നെ മാഗ്നക്കകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്, സെൻട്രൽ ലോക്കിംഗ് വന്നിട്ടുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത് പിന്നെ എയർ ബാഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ഒരു മാഗ്ന എന്നുള്ള വേരിയൻറ്റിനകത്ത് കമ്പനി കൊടുത്തിട്ടില്ല. സ്പോർട്സ് ആയിരുന്നെങ്കിൽ എയർ ബാഗ്, ABS കാര്യങ്ങളെല്ലാം വരുമായിരുന്നു. പക്ഷേ മാഗ്നക്കകത്ത് കമ്പനി സേഫ്റ്റി ഫീച്ചറായിട്ട് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല എന്നാണ് മറ്റൊരു ചെറിയൊരു പോരായ്മ. ഒരു എയർ ബാഗെങ്കിലും കൊടുക്കാമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഭാഗം കൂടി ജസ്റ്റ് കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാമേജും പരിക്കൊന്നുമില്ല. ആ ഒരു സ്റ്റോക്ക് കണ്ടീഷൻ നമുക്ക് ആ കറക്റ്റ് ആ ഒരു കളറിങ്, ആ ഒരു ബ്ലാക്ക് കളറിങ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. 2 സൈഡും പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. ഓയിൽ ലീക്കും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫ്രണ്ടിലൊരു ഡ്രൈവർ സൈഡ് ഡോറാണ് റീപ്ലേസ് വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ നിന്ന് ഇമ്പാക്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ 2 കളർ കണ്ടാൽ തന്നെ മനസ്സിലാവും. ആ 2 കളറും ആ ഒരു ജോഡിയായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ല. RFID ടാഗ്, സ്റ്റിക്കേഴ്സ് കാര്യങ്ങളെല്ലാം ഓൾറെഡി അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഇമ്പാക്റ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഒരു ഡോർ മാത്രം റീപ്ലേസ് ചെയ്ത് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. 4,10,000 രൂപയ്ക്ക്, അതും 0 ഡൗൺ പേയ്മെൻറ്റ്. 4,10 നിങ്ങൾക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അതും 2015 ആയതുകൊണ്ട് നമുക്ക് മാക്സിമം 5 വർഷം വരെയൊക്കെ ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അപ്പോൾ ഒരു 9 സംതിങ് വെച്ചിട്ടായിരിക്കും ഇതിൻ്റെ EMI വരിക. ഹ്യുണ്ടായിൻ്റെ സെയിം അതേ മറ്റൊരു ഹാച്ച് ബാക്ക് വാഹനം കൂടി ഇതാ എലൈറ്റ് i20 2016 മോഡൽ ആസ്റ്റ ഓപ്ഷൻ, ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം. നമ്മൾ മാഗ്നന് മുമ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് ഏറ്റവും ഫുൾ വേരിയൻ്റ് ആയിട്ട് നിൽക്കുന്ന ആസ്റ്റനേക്കാൾ മുകളിൽ നിന്ന് ആസ്റ്റ ഓപ്ഷനിൽ എന്നുള്ള വേരിയൻ്റാണിത്. സെക്കൻഡ് ഓണർഷിപ്പിൽ വെറും 42,000 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത്. KL01 ട്രിവാൻഡ്രം രജിസ്ട്രേഷനിൽ അത്യാവശ്യം നല്ല
ക്വാളിറ്റിയിൽ നിൽക്കുന്ന റെഡ് ആൻഡ് ബ്ലാക്ക് കളറിൽ നിൽക്കുന്ന അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു വാഹനം. ആസ്റ്റ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫുൾ ലോഡാണെന്ന് ഓൾറെഡി പറഞ്ഞു. അത്യാവശ്യത്തിലധികം വേണ്ട ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, പ്രൊജക്റ്റ് ഹെഡ് ലാമ്പ്, പിന്നെ കമ്പനി സ്ക്രീന് കാര്യങ്ങളെല്ലാം ഈ ഒരു വേരിയൻറ്റിനകത്ത് കമ്പനി കൊടുക്കുന്നുണ്ട്. പിന്നെ വളരെ ലോ കിലോമീറ്റർ, ഇത്രയും വർഷം കൊണ്ട് ഏകദേശം 7 വർഷം കൊണ്ട് 8 വർഷം കൊണ്ട് വെറും 42,000 കിലോമീറ്റർ മാത്രമാണ് വാഹനം റൺ ചെയ്തിട്ടുള്ളത്. ആവറേജ് ഒരു വർഷത്തിലൊരു പെട്രോൾ വാഹനം 10,000 കിലോമീറ്ററാണ് ഓടേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ 80,000 കിലോമീറ്റർ റൺ ചെയ്യേണ്ട സ്ഥാനത്തേക്ക് വെറും പകുതി കിലോമീറ്റർ മാത്രമേ, ഒരു വർഷത്തിലൊരു ആവറേജ് 5,000 കിലോമീറ്റർ മാത്രമേ ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വാഹനത്തിന് അതിൻ്റേതായ ഒരു ക്വാളിറ്റിയും എല്ലാ ഭാഗങ്ങളും, ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും ആ ഒരു ക്വാളിറ്റി, കിലോമീറ്റർ കുറവിൻ്റെ ക്വാളിറ്റി നമുക്ക് എല്ലാ ഭാഗത്തും കാണാൻ സാധിക്കുന്നുണ്ട്. അധികം റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ആക്സിഡൻറ്റ് റിപ്പയറുകളോ കാര്യങ്ങളും ഒന്നും വരാതെ പക്ക നല്ല രീതിയിൽ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വാഹനമാണിത്. ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ലെതർ സ്റ്റിച്ചിങ്ങോട് കൂടിയ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ ഓട്ടോ ക്ലൈമറ്റ് AC, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഈ ഒരു വേരിയൻറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഡുവൽ ടോണിലേക്ക് വാഹനം കൺവേർട്ട് ചെയ്തുകൊണ്ട് കാണാൻ നല്ലൊരു അടിപൊളി ലുക്കിലേക്ക് വാഹനം മാറിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ടയർ കണ്ടീഷൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എക്സ്റ്റീരിയറിലൊന്നും കാര്യപ്പെട്ട വേറെ നെഗറ്റീവ്സ് കാര്യങ്ങൾ ഒന്നും പറയാനില്ല. എഞ്ചിൻ ഭാഗങ്ങളിലും കാര്യപ്പെട്ട പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ കുറഞ്ഞ വാഹനമായതുകൊണ്ട് അതിൻ്റേതായ എഞ്ചിൻ ക്വാളിറ്റിയും വാഹനത്തിനകത്തുണ്ട്. ജസ്റ്റ് എന്നാലും പെട്ടെന്ന് കാണിച്ചു തരാം. ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല, വേറെ പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നേരത്തെ 1 lakh കിലോമീറ്റർ ഓടിയുള്ള വാഹനമാണ് i20 കണ്ടത്. അതിൻ്റെ ഒരു ബ്ലാക്ക് കളർ നമ്മൾ പിന്നെ ആ ഒരു വ്യത്യാസം ഈ ഒരു വാഹനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും. കാരണം നമ്മൾ എത്ര വാഹനം ഓടിക്കഴിഞ്ഞാലും ഇനിയിപ്പോൾ എത്ര ചില വാഹനങ്ങളുണ്ടാവും കിലോമീറ്ററൊക്കെ മറിഞ്ഞു വരുന്നത്. അപ്പം മറിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ പോലും റൺ ചെയ്ത വാഹനമാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഡിപ്രീസിയേഷൻ, അതിൻ്റെ ആ ഒരു പഴക്കം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കിലോമീറ്റർ കുറഞ്ഞ വാഹനത്തിൻ്റെ ജെനുവിനിറ്റിയും കിലോമീറ്റർ മറിഞ്ഞ വാഹനത്തിന് തമ്മിലുള്ളൊരു വ്യത്യാസം നമുക്കൊരു വാഹനത്തിൻ്റെ ഇതേപോലെ എഞ്ചിൻ ഭാഗങ്ങൾ അല്ലെങ്കിൽ മുക്കിൽ മൂലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഡിപ്രീസിയേഷൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് അത്രയും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ 42,000 കിലോമീറ്റർ മാത്രമേ വാഹനം റൺ ചെയ്തിട്ടുള്ളൂ. നേരത്തെ കാണിച്ച വാഹനം കുറച്ചൊരു റഫായിരുന്നു. അത് 1 lakh കിലോമീറ്റർ റൺ ചെയ്ത വാഹനമായതുകൊണ്ടാണ് അത്ര ഒരു റഫ് ഫീൽ കിട്ടുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേറെ പുറത്തെവിടെയെങ്കിലൊക്കെ വാഹനം ചെക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് എഞ്ചിൻ റൂമിലൊക്കെ ഒരു പഴക്കങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യും. അതിൻ്റെ ഒരു കളറിങ് ഫെയ്ഡിങ് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. കിലോമീറ്റർ കുറഞ്ഞ വാഹനമാണെന്നുണ്ടെങ്കിൽ, അധികം യൂസ് ചെയ്യാത്ത വാഹനമാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ഫെയ്ഡിങ്ങിൽ കുറവ്, ഫെയ്ഡ് ആവാനുള്ള ചാൻസ് കുറവായിരിക്കും. പിന്നെ അപ്പോൾ ഈ വാഹനം 2016 മോഡൽ i20 ആസ്റ്റ ഓപ്ഷനിൽ എന്നുള്ള വേണ്ടി ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം സ്വന്തമാക്കാം 5,50,000 രൂപയ്ക്ക്. അതിനകത്ത് 5 ലക്ഷം നിങ്ങൾക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അവർ 50,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് നിങ്ങളുടെ കയ്യിലടക്കാൻ ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തമാക്കാം. നല്ല അടിപൊളി ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റ് ഇരുന്ന പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന ഒരു വാഹനം 5 വർഷത്തേക്കായിരിക്കും ഇതിന് EMI സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം ഒരു 11 to 12 രൂപ റേഞ്ചിലാണ് ഇതിന് EMI ഇരിക്കുന്നത്. നമ്മുടെ അടുത്ത വാഹനം മറ്റൊരു 7 സീറ്റ് വാഹനമാണ്. മാരുതിയുടെ 7 സീറ്റ് വാഹനം മാരുതി എർട്ടിക ZX എന്നുള്ള പെട്രോൾ എഞ്ചിനിൽ നിന്ന് വാഹനം 2012 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പിൽ 1 lakh above കിലോമീറ്റർ ഓടിയിട്ടുള്ള KL11 കോഴിക്കോട് രജിസ്ട്രേഷനിൽ നിന്ന് വാഹനം. പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ പോയിട്ടുള്ള പെട്രോൾ എഞ്ചിനിൽ നിന്നൊരു 7 സീറ്റ് വാഹനമാണ്. പെട്രോൾ എഞ്ചിൻ 7 സീറ്റ് വാഹനത്തിന് ഏകദേശം ഒരു 12 to 13 റേഞ്ചിലാണ് ഇതിന് മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. 1.2 ലിറ്ററിൻ്റെ VT എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിനകത്ത് മാരുതി കൊടുത്തിട്ടുള്ളത്. 7 സീറ്റിൻ്റെ പർപ്പസ് അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് കാര്യങ്ങളെല്ലാം എർട്ടിക്കകത്ത് കിട്ടുന്നു. കാരണം എർട്ടിക്കക്ക് അത്യാവശ്യം നല്ല എൻക്വയറിയുള്ള ഒരു വാഹനമാണ് എർട്ടിക. എസ്പെഷ്യലി പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ അധികം റണ്ണിംഗ് ഒന്നും ഇല്ലാത്ത ഈ 7 സീറ്റ് വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫാമിലിക്ക്, ഒരു 7 അടങ്ങിയ ഒരു ഫാമിലിക്ക് പിന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അധികം എർട്ടിക അല്ലെങ്കിൽ 7 സീറ്റ് വാഹനങ്ങൾ നമ്മൾ പ്രിഫർ ചെയ്യാറ്. പക്ഷേ ഈ 7 അടങ്ങിയ ഫാമിലി ഒന്നിച്ച് പോകൽ ചിലപ്പോൾ ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ പിന്നെ ഒരു സൽക്കാരത്തിന് അങ്ങനെ അത്യാവശ്യമുള്ളൊരു കാര്യങ്ങൾക്ക് മാത്രമേ ഈ 7 ആളും ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് പോവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു ഡെയിലി പർപ്പസിന് വേണ്ടിയിട്ട് ഒരിക്കലും ഒരു 7 സീറ്റ് വാഹനം സെലക്ട് ചെയ്യുന്നത് ശരിയല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന് അത്രയും ലെങ്ത്തുള്ള വാഹനമാണ്. ഇതിൻ്റെ പാർക്കിംഗ്, ഇതിൻ്റെ മൈലേജ് കാര്യങ്ങളെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ മിക്കവാറും ആൾക്കാർ സാധാരണഗതിയിൽ വല്ല കല്യാണങ്ങൾക്കോ അല്ലെങ്കിൽ പരിപാടികൾക്കോ ഫാമിലി പർപ്പസിന് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും 7 സീറ്റ് വാഹനങ്ങൾ പ്രിഫർ ചെയ്യാറ്. അങ്ങനെയാണ് സാധാരണഗതിയിൽ എല്ലാ കസ്റ്റമേഴ്സും ഇവിടെ വന്ന് ചോദിക്കാറ്. അപ്പോൾ അത്തരക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് പെട്രോൾ. കാരണം അവർക്ക് ചിലപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഒരു ഫാമിലി കറക്കം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് ഒന്നിച്ച് പുറത്തിറങ്ങുക എന്നുള്ള പർപ്പസിന് വേണ്ടി മാത്രമായിരിക്കും. അത്തരക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് പെട്രോൾ വാഹനം. കാരണം ഇത് ഡീസൽ വാഹനമാകുമ്പോൾ അത്യാവശ്യം റൺ ചെയ്തത് ഓടി മുതലാക്കാൻ കഴിയണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഓരോ മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം വരും. പെട്രോൾ ആകുമ്പോൾ മെയിൻ്റനൻസിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. പെട്രോളും ഓയിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വാഹനം റണ്ണാവും, ബാറ്ററി ഉണ്ടെങ്കിൽ വാഹനം സ്റ്റാർട്ടാവും, റണ്ണാവും. വേറെ കാര്യപ്പെട്ട പ്രശ്നങ്ങളൊന്നും വരാനുള്ള സാധ്യത വളരെ കുറവാണ്, മെയിൻ്റനൻസും കുറവാണ്. അപ്പോൾ അത്തരക്കാർക്ക് പറ്റിയൊരു വാഹനമാണിത്. ZX എന്നുള്ള വേരിയൻറ്റ് ഫുൾ ഓപ്ഷൻ വേരിയൻ്റാണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല അടിപൊളി അലോയ്സൊക്കെ ഈ ഒരു വാഹനത്തിന് അഡീഷണലി ചെയ്തിട്ടുണ്ട്. 4 door പവറിൻ്റെ AC പവർ സ്റ്റാരിങ്, കമ്പനി ഇൻബിൽറ്റ് മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്കിംഗ്, പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, ബാക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. എക്സ്റ്റീരിയർ ഭാഗങ്ങൾ കാര്യപ്പെട്ട നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ രീതിയിലുള്ള റീപെയിൻറ്റ് വർക്കുകൾ നടന്നിട്ടുണ്ട് എന്നല്ലാതെ വേറെ നെഗറ്റീവ്സ് ആയിട്ട് ഒന്നും തന്നെ പറയാനില്ല. ഫ്രണ്ടിലെ ഒരു വിൻഷീൽഡ് റീപ്ലേസ് ഉണ്ട്. ഫ്രണ്ട് ഇമ്പാക്റ്റോ കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് എഞ്ചിൻ സൈഡ് ഞാൻ കാണിച്ചു തരാം.
ടയർ കണ്ടീഷനൊക്കെ ഒരു ആവറേജ് 4 ടയേഴ്സും കിടക്കുന്നുണ്ട്. ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. സേഫ്റ്റി ഫീച്ചറായിട്ട് ഡുവൽ എയർ ബാഗ്, ABS കാര്യങ്ങളെല്ലാം ZX എന്നുള്ള വേരിയൻറ്റിനകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. ഒരു പൈനിയറിൻ്റെ ഡിസ്പ്ലേ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറൊക്കെ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഗിയർ നോബ് ചെറിയ രീതിയിൽ ഡാമേജ് ആയി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു പോരായ്മയുണ്ട്. ഒരു 350 രൂപ ഉണ്ടെങ്കിൽ ഈ ഗിയർ നോബ് നിങ്ങൾക്ക് സുഖമായിട്ട് മാറ്റാം. മാരുതിയുടെ എല്ലാ ആക്സറീസിനും വളരെ ചീപ്പ് കോസ്റ്റിൽ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് മാരുതിയുടെ വാഹനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു 350 രൂപ മാത്രമാണ് ഈ ഒരു ഗിയർ നോബിൻ്റെ കോസ്റ്റ് വരുന്നത്. പിന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഡാമേജും കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ വാഹനം പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു മൈക്ക പോലത്തെ ഒരു ആക്സറീസ് ഒക്കെ കൂടെ അഡീഷണലി ചെയ്തിട്ടുണ്ട്, ഫിറ്റിംഗ് അയച്ചിട്ട് ചെയ്തിട്ടുണ്ട്. വേറെ കാര്യപ്പെട്ട ഇൻറ്റീരിയറിലോ അല്ലെങ്കിൽ എക്സ്റ്റീരിയറിലോ നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നുമില്ല. എൻജിൻ സൈഡും ജസ്റ്റ് കാണിച്ചു തരാം. എൻജിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്രോൺ ഭാഗങ്ങൾക്ക് കാര്യങ്ങൾക്കൊന്നും പേസ്റ്റിംഗ് കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ക്രോസ് ബമ്പർ ഡാമേജ് ഇല്ല. 2012 ഒരു പഴക്കം കൊണ്ട് മാത്രം ചെറിയൊരു ഫെയ്ഡിങ് വന്നിട്ടുണ്ടെന്ന് മാത്രമുള്ളത്. വേറെ ഈ സൈഡ് നോക്കുകയാണെങ്കിലും പേസ്റ്റിംഗ് കാര്യങ്ങൾക്കൊന്നും പ്രശ്നമില്ല. ഓയിൽ ലീക്കിങ് കാര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിലെ കണ്ടീഷനിൽ പാക്കിംഗ് ഓൾറെഡി മാറിയതാണ്. വേറെ ലീക്കിങ് കാര്യങ്ങളൊന്നുമില്ല. 10 വർഷം 12 വർഷം ആയതുകൊണ്ട് എന്തായാലും വരുവാണെങ്കിലും ലീക്ക് വരാതിരിക്കില്ല. അപ്പോൾ പാക്കിംഗ് ഓൾറെഡി മാറിയിട്ടുണ്ട്. ബോണറ്റിൻ്റെ ഒക്കെ പേസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ ഓൾറെഡി പേസ്റ്റുള്ള ബോണറ്റാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ചെറിയ രീതിയിൽ പെയിൻറ്റിംഗ് വർക്ക് ബോണറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയ പെയിൻറ്റ് മാറിയ ഒരു അടയാളം കാണുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ വിൻഷീൽഡ് റീപ്ലേസറാണ്. വിൻഷീൽഡിൻ്റെ ആ ഒരു ഈ ഒരു സ്റ്റിക്കർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും, ഈ ഒരു സ്റ്റിക്കർ AIS എന്നുള്ളൊരു സ്റ്റിക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് ക്ലാസ്സിലുണ്ടെന്നുണ്ടെങ്കിലും മനസ്സിലായിരിക്കും അത് റീപ്ലേസ്ഡ് ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു വിരലിൻ്റെ അത്ര എളുപ്പമുള്ളൊരു സ്റ്റിക്കർ, ഈ ഒരു കോർണറിൽ ഒരു സ്റ്റിക്കർ, ഈ ഒരു സ്റ്റിക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ ഗ്ലാസ് റീപ്ലേസ്ഡ് ആയിരിക്കും. അത് ഏത് വാഹനം നിങ്ങൾ എവിടെ നോക്കുകയാണെങ്കിലും വീഡിയോയിൽ കാണുകയാണെങ്കിൽ തന്നെ ആ ഒരു സ്റ്റിക്കർ, ആ 2 സ്റ്റിക്കർ ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം അത് റീപ്ലേസ്ഡ് ഗ്ലാസ് ആണെന്നുള്ളത്. ഇത് ഫ്രണ്ടിൽ നിന്ന് ഇമ്പാക്റ്റോ അടിയോ കാര്യങ്ങളോ തട്ടോ കാര്യങ്ങളോ കിട്ടിയിട്ട് മാറിയല്ല. മേ ബി ചെറുതായിട്ട് എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം ഗ്ലാസ് റീപ്ലേസ് ചെയ്താവുക, അങ്ങനെ ആയിരിക്കും റീപ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. വേറെ അപ്പുറമുള്ള ഭാഗങ്ങളിലെ അടിയോ അല്ലെങ്കിൽ മേജറായിട്ടുള്ള അടികളോ കാര്യങ്ങളോ ഒന്നും കിട്ടാത്ത അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വാഹനം തന്നെയാണ് 2012 മോഡൽ വരുന്ന എർട്ടിക ZX എന്നുള്ള വേരിയൻ്റ് വാഹനം. നിങ്ങൾക്ക് സ്വന്തമാക്കാം 3,85,000 രൂപക്ക്. തോരാതെ ഇങ്ങനെ സംസാരിച്ച് കതപ്പ് തുടങ്ങിയിട്ടുണ്ട്. 3,85,000 രൂപയാണ് ഇതിന് നെറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. ഒരു 3,25,000 വരെ നിങ്ങൾക്ക് ഇതിനകത്ത് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അതും 4 വർഷത്തെ മാസക്കാലയളവോടുകൂടി. ഏകദേശം ഒരു 9 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരും. നമ്മുടെ അടുത്ത വാഹനം ഫോർഡിൻ്റെ ഒരു സെഡാൻ വാഹനമാണ്. 2019 മോഡൽ ഫോർഡ് ആസ്പയർ ടൈറ്റാനിയം എന്നുള്ള വരുന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ 65,000 കിലോമീറ്റർ 42 പറവൂർ രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. ടൈറ്റാനിയം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. 2019 ഫേസ് ലിഫ്റ്റ് വന്നിട്ടുള്ള ഒരു മോഡലാണിത്. അത്യാവശ്യം കാണാൻ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു ഗ്രിൽ ക്രോമാണ് ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ടൈറ്റാനിയം എന്നുള്ള വരുന്ന ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അലോയ്സ് വരുന്നുണ്ട്. മിറർ ഇൻഡിക്കേറ്റർ, മിറർ ഫോൾഡിംഗ്, 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിങ്, കമ്പനി ഇൻബിൽഡ് ഒരു സ്ക്രീൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. ഓട്ടോ ക്ലൈമറ്റ് AC തുടങ്ങിയിട്ടുള്ള അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന ഒരു വാഹനമാണിത്. ഈ ഒരു ആസ്പയറിൻ്റെ പ്രത്യേകിച്ച് ഫിഗോ ആസ്പയറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ റൈഡിങ് കംഫർട്ട് എന്ന് പറഞ്ഞാൽ അത് ഓടിച്ചവർക്ക് മാത്രമേ അതിൻ്റെ ഒരു ഫീൽ മനസ്സിലാവുള്ളൂ. ആരെങ്കിലുമൊക്കെ ഫിഗോ വാഹനങ്ങൾ, ആസ്പയർ വാഹനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ട് ഡ്രൈവിംഗ് കംഫർട്ട് എന്നുള്ളത് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു വാഹനം നോക്കുകയാണെങ്കിൽ എക്സ്റ്റീരിയർ ഭാഗങ്ങളിലൊന്നും പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അധികം റീപെയിൻറ്റ് വർക്കില്ല. പിന്നെ റീപ്ലേസ് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നു. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം കമ്പനി കവറാണെങ്കിൽ പോലും നല്ല ക്വാളിറ്റിയിൽ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. ചെറിയൊരു ഡിസ്പ്ലേ ഒരു സ്ക്രീൻ ഇവിടെ പിന്നെ ഈ ഒരു വേരിയൻറ്റിനകത്ത് ടൈറ്റാനിയം എന്നുള്ള വേരിയൻറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട പിന്നെ മ്യൂസിക് സിസ്റ്റം അതിൻ്റെ പോലെ തന്നെ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് കമ്പനി ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ച് ആക്സറീസ് കാര്യങ്ങളൊന്നും എടുക്കുന്ന ഒരാൾക്ക് ഈ ഒരു വാഹനത്തിനകത്തേക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത്യാവശ്യത്തിലധികം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്. ഒരു 12 വോൾട്ട് ചാർജ് പോയിന്റ് ഇവിടെ വന്നിട്ടുണ്ട്. USB കേബിൾ, USB പോർട്ട് വന്നിട്ടുണ്ട്. സേഫ്റ്റി ഫീച്ചറായിട്ട് ഡുവൽ എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട്. എഞ്ചിൻ ഭാഗം കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ടയർ കണ്ടീഷൻ പറയാൻ വിട്ടുപോയി. ഏകദേശം ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് 2 പുതിയതുണ്ട്, ബാക്ക് ആവറേജ് ടയേഴ്സാണ് വരുന്നത്. എഞ്ചിൻ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നു. പരിക്കോ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു ഒരു സ്റ്റോക്ക് കണ്ടീഷനിലാണ് നിൽക്കുന്നത്. 3 സിലിണ്ടർ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 17 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാമെന്നാണ് മറ്റൊരു പ്രത്യേകത. കാര്യപ്പെട്ട ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. 624 പുതുതായിട്ട് ബാറ്ററി കാര്യങ്ങളെല്ലാം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ കമ്പനി ത്രൂ പോയിട്ടുള്ള നല്ല അടിപൊളി മിൻ കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു സെഡാൻ വാഹനമായിട്ടുള്ള ഫോർഡ് ആസ്പയർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 4,80,000 രൂപ നെറ്റ് പ്രൈസോടുകൂടി. ഒരു 4,25 വരെ നമുക്കിതിനകത്ത്
ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു വാഹനം ഒരു നല്ലൊരു അടിപൊളി ക്വാളിറ്റി നിൽക്കുന്ന അത്യാവശ്യം മോഡലുള്ളൊരു സഡാൻ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. 5 വർഷത്തെ മാസ കാലയളവോടുകൂടി ഏകദേശം ഒരു 9 to 10 റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. ഒരു ലോ ബഡ്ജറ്റ് വാഹനം അത്യാവശ്യം മൈലേജ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു വാഹനമാണ് 2011 മോഡൽ ഹ്യൂണ്ടായി i20 ഡീസൽ എഞ്ചിനിൽ വരുന്ന മാഗ്ന എന്നുള്ള വേരിയൻ്റ് വാഹനം. 1 lakh കിലോമീറ്റർ ഓടിയിലൊക്കെ 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. ഒരു 18 to 20 കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനം നിങ്ങൾ സ്വന്തമാക്കാം. വെറും 1,78,000 രൂപക്ക് ഓഫർ ചാൻസ് റേറ്റ് ആണ്. 1,78,000 രൂപയാണ് നെറ്റ് പ്രൈസ് ഈ ഒരു വാഹനത്തിന് 11 മോഡലിൽ നിന്ന് ഹ്യൂണ്ടായി i20യുടെ പ്രൈസിങ് വരുന്നത്. നമ്മുടെ 1.3 ലിറ്ററിൽ വരുന്ന എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു 18 to 20 റേഞ്ചിൽ മൈലേജ് പ്രതീക്ഷിക്കാം. മാഗ്ന എന്നുള്ള വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ 4 door പവറിൻ്റെ AC പവർ സ്റ്റാരിങ്, ഓട്ടോ ക്ലൈമറ്റ് AC, കമ്പനി സ്റ്റീരിയോ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നില്ല. അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു വാഹനം. അധികം റീപെയിൻറ്റ് വർക്കോ കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല. സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്ന എക്സ്റ്റീരിയർ ബോഡിയാണ് ഈ ഒരു വാഹനത്തിനകത്തുള്ളത്. ചെറിയ രീതിയിലുള്ള പെയിൻറ്റിംഗ് വർക്ക് വെച്ച് കഴിഞ്ഞാൽ വേറെ മേജർ ആക്സിഡൻറ്റുകളോ അല്ലെങ്കിൽ മേജറായിട്ടുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ വരാത്ത അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു എക്സ്റ്റീരിയർ ഭാഗമാണ് ഈ ഒരു വാഹനത്തിനകത്തുള്ളത്. ആ പെയിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റി ഒന്നും നഷ്ടപ്പെടില്ല, ബോഡി ഷേപ്പ് ഒന്നും നഷ്ടപ്പെടാത്ത പക്ക സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു വാഹനം എന്ന് പറയാൻ പറ്റും. ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ അതേ ക്വാളിറ്റി ഇൻറ്റീരിയർ ഭാഗത്തും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം അതിൻ്റെ സീറ്റ് കവർ കാര്യങ്ങളൊന്നും കമ്പനി കവറാണെങ്കിൽ പോലും ആ ഒരു സ്റ്റിച്ചിങ്ങിനോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് വന്നിട്ടില്ല. കാണാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കുന്നു. ചെറിയൊരു ഇരുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. വേറെ കാര്യപ്പെട്ട ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷനിൽ എങ്ങനെയാണോ ഷോറൂമിൽ നിന്ന് ഇറങ്ങി അതേ കണ്ടീഷനിൽ ലൈറ്റ് യൂസ് ആയതുകൊണ്ട് അത്രയും നല്ല പെർഫെക്റ്റ് കണ്ടീഷനിൽ നിൽക്കുന്നു. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ നിൽക്കുന്നു. ഡോർ പാഡ് കാര്യങ്ങൾക്കൊന്നും ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഇല്ല. നല്ല രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം തന്നെ. ഡീസൽ എഞ്ചിനിൽ വരുന്ന ഈ ഒരു വാഹനം വെറും 1,78,000 രൂപയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ 4 പുത്തൻ ടയേഴ്സും ഈ ഒരു വാഹനത്തിനകത്ത് കിടക്കുന്നുണ്ടെന്നാണ് മറ്റൊരു ഹൈലൈറ്റ്. എഞ്ചിൻ ഭാഗം കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും പരിക്കോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്രോണ ചെയ്ത കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും മുകളിലെ ഭാഗങ്ങൾക്കൊന്നും പാക്കിംഗ് ലീക്കോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. 2 സൈഡും പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ബോണറ്റിൻ്റെ ഇന്നറൊക്കെ നോക്കുകയാണെങ്കിലും അതും സ്റ്റോക്ക് കണ്ടീഷനാണ് നിൽക്കുന്നത്. ഡാമേജും കാര്യങ്ങളും അതും വന്നിട്ടില്ല. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന വാഹനം തന്നെ. ഗ്ലാസ് കാര്യങ്ങളെല്ലാം 2011 BB ഗ്ലാസ് സീരീസ് ഗ്ലാസ് തന്നെയാണ് വരുന്നത്. കോടി കാര്യങ്ങളെല്ലാം ഒറിജിനൽ ഗ്ലാസിൻ്റെ കോഡ് കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വെറും 1,78,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ ഒരു വാഹനം, i20 വാഹനം. അതിനകത്ത് തന്നെ ഒരു 1.5 ലക്ഷം വരെ അല്ലെങ്കിൽ 1.40 ഫിനാൻസ് സൗകര്യം ലഭിക്കും. ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ ഒരു വാഹനം. അതും 2 വർഷത്തെ മാസ കാലയളവോടുകൂടി ഏകദേശം 6 to 7 രൂപ റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം മാജിയുടെ മറ്റൊരു ഹാഷ് ബാക്ക് സെഗ്മെൻറ്റിൽ ഒരു വാഹനം. അതും ഡീസൽ എഞ്ചിനിൽ വാഹനം. 2011 മോഡൽ റിഡ്സ് VD എന്നുള്ള വരുന്ന വാഹനം. ഒരുപാട് പേര് വാഹനം ചോദിക്കാറുണ്ട്. അതായത് റിഡ്സ് വാഹനങ്ങൾ ചോദിക്കാറുണ്ട്. ലോ ബഡ്ജറ്റിൽ വാഹനങ്ങൾ ഉണ്ടോയെന്നുള്ളത്. അപ്പോൾ ചോദിച്ചവർക്ക് വേണ്ടിയുള്ള ഒരു വാഹനം എന്നുള്ള പുതിയ സ്റ്റോക്ക് കയറിയിട്ടുള്ള വാഹനമാണ്. 2011 മോഡൽ VD സെക്കൻഡ് ഓണർഷിപ്പിൽ 1,30,000 1,40,000 കിലോമീറ്റർ ഓടിയിലേക്ക് 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വരുന്ന വാഹനം. കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വാഹനങ്ങളാണ് ഇന്ന് വഴിയിൽ ഒരുപാട് വാഹനങ്ങളുള്ളത്. VD എന്ന് പറഞ്ഞാൽ മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു വാഹനം ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് ഡുവൽ ടോണിലേക്ക് വാഹനം കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. മുകളിൽ ബ്ലാക്ക് സ്റ്റിക്കർ ചെയ്തതിനു ശേഷം ഡുവൽ ടോണിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. VD എന്നുള്ള വരുന്ന ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 4 door പവറിൻ്റെ AC പവർ സ്റ്റാരിങ്, സ്റ്റീരിയോ, അതേപോലെ തന്നെ കമ്പനി സെൻട്രൽ ലോക്കിംഗ്, അങ്ങനെ ബേസിക്കലി ഒരു വാഹനത്തിന് വേണ്ട ഫീച്ചേഴ്സാണ് ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നല്ലൊരു സ്പോയിലറൊക്കെ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിലൊക്കെ നോക്കുകയാണെങ്കിൽ ആ സ്റ്റിക്കേഴ്സൊക്കെ റിഡ്സ് എന്നുള്ള ബാഡ്ജിങ് മാരുതിയുടെ ബാഡ്ജൊക്കെ ഇങ്ങനെ ഒഴിവാക്കിയതിന് ശേഷം ഒരു പ്ലെയിൻ കൊടുത്തതിന് ശേഷം പ്ലെയിൻ ആക്കിയതിന് ശേഷം ആ ഒരു സ്പോയിലർ വന്നതിന് ശേഷം വാഹനം നല്ലൊരു ലുക്കിലേക്ക് വാഹനം വേറെ മാറിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ടെയിൽ ലൈറ്റൊക്കെ സ്മോക്ക് ചെയ്തതിന് ശേഷം അതും നല്ലൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക് വാഹനം എത്തിയിട്ടുണ്ടെന്നാണ് മറ്റൊരു എക്സ്റ്റീരിയർ ഭാഗത്തെ പ്രത്യേകത. ഇൻറ്റീരിയർ ഭാഗത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് നിൽക്കുന്നത്. സ്റ്റീരിയോ കമ്പനി സ്റ്റീരിയോയിലായി മാറി പറഞ്ഞു പോയതാണ്. ഒരു അഡീഷണൽ സ്റ്റീരിയോ ആണ് ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. മാരുതിയുടെ തന്നെ ഒരു ഓൺ ബ്രാൻഡിങ്ങിൽ ചെയ്തിട്ടുള്ള ഒരു സ്റ്റീരിയോ ആണ് ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഈ വാഹനത്തിൻ്റെ ഡോർ പാഡ് അതേപോലെ തന്നെ ഹിന്നർ പാഡുകളിലൊക്കെ ഒരു കളറിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇത് അഡീഷണൽ ചെയ്തതാണോ അതോ കമ്പനി ഇങ്ങനെ കൊടുക്കുന്നതാണോ എനിക്കൊരു സംശയമുണ്ട്. കാരണം സാധാരണ ഇതിൽ ഡോർ പാഡ് ഈ ഒരു കളറിൽ കാണാൻ ഡുവൽ ടോണിലായിട്ടുള്ളൊരു കളറിലാണ് വന്നിട്ടുള്ളത്. ആ ഒരു കളർ തീം ഇതിലൊക്കെ പോയിട്ടുണ്ട്. ഈ ഒരു അറ്റം വരെ കളർ തീം പോയിട്ടുണ്ട്. ഇതിലൊക്കെ ഈ ഒരു പോസ്റ്റിൻ്റെ ഈ ഒരു സൈഡിലൂടെയൊക്കെ ആ ഒരു കളർ തീം പോയിട്ടുണ്ട്. ഇതിങ്ങനെ കമ്പനി കൊടുക്കുന്നതാണോ അതോ ഇത് അഡീഷണൽ ഇങ്ങനെ ചെയ്യുന്നതാണോ എന്ന് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു താഴെ ഭാഗങ്ങളിലെ പാഡ് ഇതിൻ്റെയൊക്കെ പാഡിലൊക്കെ ആ ഒരു കളർ ആ ഒരു തീമിലേക്കാണ് വാഹനം വന്നിട്ടുള്ളത്. സാധാരണ ഞാനെനിക്ക് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു കളർ ഡോർ പാഡിലും എന്നൊക്കെ ഈ ഒരു കളർ വന്നത്. സാധാരണ റെഡ് ഡാഷ്ബോർഡിൽ കാര്യങ്ങൾക്ക് ഈ ഒരു കളറിങ് കാണാറുണ്ട് എന്നല്ല, ഡോർ പാഡിനകത്ത് ഇത്തരത്തിലുള്ളൊരു കളറിങ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു വാഹനത്തിനകത്ത് കാണുന്നത്. ഇനി 11 സമയത്ത് വല്ല ലിമിറ്റഡ് എഡീഷൻ ആയിട്ട് ഇറങ്ങിയ വാഹനമാണോ എന്നുള്ളത്
ജസ്റ്റ് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. സെൻട്രൽ ലോക്കിംഗ് ഒക്കെ ഈ വാഹനത്തിനകത്ത് എക്സ്ട്രാ ആക്സറീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ ഭാഗത്ത് വേറെ നോക്കുകയാണെങ്കിൽ ഡാമേജും കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം നല്ല ക്വാളിറ്റിയിലാണ് നിൽക്കുന്നത്. വേറെ ഡാമേജിങ് പരിക്ക് കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ പിന്നെ നല്ല രീതിയിൽ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു 17-18 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാം. ഫ്രണ്ട് രണ്ടും പുത്തൻ ടയേഴ്സ് കിടക്കുന്നുണ്ട്, ബാക്കിൽ ആവറേജ് ടയേഴ്സുമാണ് കിടക്കുന്നത്. എഞ്ചിൻ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല, അപ്രോൺ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ക്രോസ് ബമ്പറിനോട് ചെറിയ രീതിയിൽ ഡെൻറ്റിങ് വന്നിട്ടുണ്ട്, ഇവിടെ ചെറിയ ഡെൻറ്റ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 11 ആയതുകൊണ്ടുള്ള ചെറിയ പോരായ്മകൾ ഇവിടെ ഭാഗത്ത് ചെറിയ ഡെൻറ്റ് ഉണ്ട്, പക്ഷേ റീപ്ലേസ് ചെയ്തിട്ടില്ല. കമ്പനി സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്ന ആ ഒരു സാധനം തന്നെ ചെറിയ ഡെൻറ്റിങ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡ് പേസ്റ്റിംഗ് നോക്കുകയാണെങ്കിലും വേറെ കാര്യപ്പെട്ട പ്രശ്നങ്ങളൊന്നുമില്ല. ടൈമിംഗ് ചെയിനൊക്കെ ഓൾറെഡി മാറിയിട്ടുണ്ട്. അപ്പം മേജർ സർവീസ് കാര്യങ്ങളെല്ലാം ഓൾറെഡി കഴിഞ്ഞൊരു വാഹനം കൂടിയാണിത്. ബോണറ്റിൻ്റെ ഇന്നർ പേസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ ഇവിടെ ചെറിയൊരു ഡെൻറ്റിങ് വർക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ കൊച്ചു പോരായ്മകൾ 2011 ആയതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ചെറുതായിട്ട് കാണുന്നുണ്ട്. 11 സെയിം ഒറിജിനൽ ഗ്ലാസ് തന്നെ വന്നിട്ടുള്ള ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ലാത്ത. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ 10-13 വർഷത്തിലെ പരിക്ക് മാത്രം, ഒരു ചെറിയ രീതിയിലുള്ള പരിക്കുകൾ മാത്രമല്ല, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഡീസൽ എഞ്ചിനിലൊരു വാഹനം നിങ്ങൾ അന്വേഷിക്കുന്നത് നിങ്ങൾ സ്വന്തമാക്കാം. ഈ ഒരു വാഹനം 2,30,000 രൂപക്ക്, അതും പുതിയ ഇൻഷുറൻസ് അടക്കം, നമുക്ക് പുതിയ ഇൻഷുറൻസ് അടക്കം എടുത്തിട്ട് 2,30 നിങ്ങൾ വാഹനം സ്വന്തമാക്കാം. ഒരു 1,75 അല്ലെങ്കിൽ 1,80 വരെയൊക്കെ നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ്. അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റ് വാഹനം, അതും ഡീസൽ എഞ്ചിനിൽ നിന്ന് വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. 2 വർഷത്തെ മാസക്കാലയളവോടുകൂടി ഏകദേശം 6 to 7 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരും. നമ്മുടെ അടുത്ത വാഹനം ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ നിൽക്കുന്ന, പ്രീമിയം ലെവലിൽ നിൽക്കുന്ന, ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ് റെനോൾട്ടിൻ്റെ കൈഗർ 2021 മോഡലിൽ നിന്ന് ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയൻറ്റ് RXZ എന്നുള്ള വേരിയൻറ്റിൽ സെക്കൻഡ് ഓണർഷിപ്പ് വെറും 31,000 കിലോമീറ്ററിലേക്കാൽ 84 മലപ്പുറം കൊണ്ടോട്ടി രജിസ്ട്രേഷനിൽ നിന്ന് വാഹനം. AMT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ നിന്ന് വാഹനമാണിത്. RXZ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയൻ്റാണ്. എല്ലാവിധ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. അലോയ്സ് വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, ഡുവൽ ടോണിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാറിംഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, കമ്പനി ഇൻബിൽഡ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ബാക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം വന്നിട്ടുള്ള ഒരു അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു വാഹനം. എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നു. വേറെ പരിക്കോ കാര്യങ്ങളോ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം തന്നെയാണിത്. ആ ബാക്ക് പ്രൊഫൈലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു മസിൽ പിടിച്ച് നിൽക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ എക്സ്റ്റീരിയർ ഭാഗങ്ങൾ, ബോഡി കാര്യങ്ങളൊന്നും അധികം റീപെയിൻറ്റ് വർക്കോ കാര്യങ്ങളോ മേജറായിട്ടുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും വരാതെ നല്ല അടിപൊളി അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു കളർ കൂടിയാണ്. കാരണം ഡുവൽ ടോണും കൂടി ആയതുകൊണ്ട് വാഹനം കാണുമ്പോൾ തന്നെ നമുക്ക് അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റീരിയറിൻ്റെ അതേപോലെ വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയറും. പിന്നെ മറ്റൊരു എടുത്ത് പറയേണ്ടത് വെച്ചാൽ ഇതിൻ്റെ ഒരു കീ തന്നെയാണ്. കാരണം ഈ ഒരു ടൈപ്പ് കീ നമ്മൾ സാധാരണ വാഹനങ്ങൾക്കൊന്നും കാണാത്തതാണ്. ഈ റിനോൾട്ടിൻ്റെ വാഹനങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു സെൽഫോൺ പോലത്തെ ഒരു കീ ഇതിനകത്ത് സിസ്റ്റം വന്നുള്ളത്. ഈ കീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ നമ്മളൊരു വാഹനത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇത് അൺലോക്ക് ആവും. നമ്മുടെ പോക്കറ്റിൽ എവിടെയെങ്കിലും, നമ്മുടെ കയ്യിൽ എവിടെയെങ്കിലും ഈ ഒരു കീ ജസ്റ്റ് ഉണ്ടായാൽ മതി. നമ്മൾ വേറെ സ്വിച്ച് പ്രസ് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ വാഹനത്തിന് നിയർ ബൈ ആയിക്കഴിഞ്ഞാൽ തന്നെ വാഹനം ലോക്കാവും, അൺലോക്ക് ആവും. അല്ലെങ്കിൽ നമ്മൾ വാഹനത്തിൻ്റെ തൊട്ടടുത്ത് ഇതിൻ്റെ സിഗ്നൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ വാഹനം ലോക്കാവും. അപ്പോൾ നമ്മൾ സപ്പോസ് വാഹനം പാർക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഈ പോക്കറ്റിലിട്ട് പോയി കഴിഞ്ഞാൽ വാഹനം ലോക്ക് ചെയ്യാൻ മറന്നു പോയി കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി സിസ്റ്റം പിന്നെ ലോക്കും അല്ലെങ്കിൽ അൺലോക്കും ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതൊരു നല്ലൊരു ഫീച്ചറാണ്. മറ്റുള്ള വാഹനങ്ങളൊന്നും കാണാത്ത തരത്തിലുള്ളൊരു ഫീച്ചറാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു സ്റ്റോറേജ് പേസ്, നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ആ ഒരു ഡിസൈനൊക്കെ ഒരു പ്രീമിയം വാഹനങ്ങളിൽ കാണുന്ന പോലത്തെ ഒരു ഡിസൈനാണ് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ റിനോൾട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജ് പേസിൻ്റെ ഒരു പിന്നെ ഷട്ടർ പോലെയാണ് ഈ ഒരു അതിൻ്റെ ഒരു ഭാഗം ഡോർ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര നല്ല അടിപൊളി സ്റ്റോറേജ് സ്പേസ് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ വേറൊരു സ്റ്റോറേജ് പേസ്, ഇങ്ങോട്ട് നല്ല സ്റ്റോറേജ് പേസ് ഉണ്ട്. നമ്മൾ ഹാൻഡ് റെസ്റ്റൊക്കെ വെക്കാം. ഇതൊക്കെ കമ്പനി ഓൾറെഡി ഈ ഒരു വേരിയൻറ്റിനകത്ത് കൊടുത്താണ്. സേഫ്റ്റി ഫീച്ചേഴ്സ് ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്. പിന്നെ മാത്രം നല്ലൊരു അടിപൊളി ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും ഒരു എടുക്കുന്ന ഒരാൾക്ക് അത്യാവശ്യം പ്രീമിയം ലെവലിലുള്ള ലക്ഷറി ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട്. മാത്രമല്ല ഇതിന് മറ്റൊരു ഫീച്ചർ എന്ന് വെച്ചാൽ ഇതിൻ്റെ ക്ലസ്റ്ററിൻ്റെ ഒരു ഡിസൈനിങ് അതും അടിപൊളി. അതിൻ്റെ കളറിൻ്റെ ഒരു തീമും കാര്യങ്ങളെല്ലാം നല്ല അടിപൊളി. നമുക്ക് ഡിജിറ്റലി എല്ലാ സംഗതികളും ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ക്ലസ്റ്ററിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ A to Z വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഓൾറെഡി കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കളർ തീമും കാര്യങ്ങളെല്ലാം വേറെ ലെവലാണ്. കാരണം അത് നല്ലൊരു പിന്നെ കളർ തീമിൽ മറ്റുള്ള റിനോൾട്ടിൻ്റെ വാഹനങ്ങളായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡിസൈന്, ഈ ഒരു പിന്നെ ആ ഒരു കളർ തീമും കാര്യങ്ങളെല്ലാം മറ്റുള്ള റിനോൾട്ടിൻ്റെ വാഹനങ്ങളിൽ നിന്ന് വളരെയധികം ഈ കൈകളിൽ വ്യത്യസ്തമാക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ RXZ എന്നുള്ള വേരിയൻ്റ് ആയതുകൊണ്ടാണ് ഇത്രയും ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഓൾറെഡി ഇതിനകത്ത് വരുന്നത്. ഈ എഞ്ചിൻ സൈഡും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഡാമേജോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. 21 മോഡൽ വാഹനമായതുകൊണ്ട് പരിക്കോ കാര്യങ്ങളൊന്നും വരാനുള്ള സമയമായിട്ടില്ല. വേറെ കാര്യപ്പെട്ട ഓയിൽ ലീക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നെഗറ്റീവ്സോ കാര്യങ്ങളൊന്നുമില്ല. എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിലും പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. ബോണറ്റിൻ്റെ ഇന്നർ നോക്കുകയാണെന്നുണ്ടെങ്കിലും പരിക്ക് പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്ത അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വേറെ മേജറായിട്ടുള്ള വർക്ക് കാര്യങ്ങളൊന്നും തന്നെ പെൻഡിങ് ഇല്ലാത്ത നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു ഓട്ടോമാറ്റിക് വാഹനം സ്വന്തമാക്കാം. 7 ലക്ഷം രൂപ നെറ്റ് പ്രൈസോടുകൂടി. അതിനകത്ത് തന്നെ നമുക്ക് ഏകദേശം 6-6.25 വരെ നമുക്ക് ഇതിനകത്ത് ലോൺ സൗകര്യം ലഭിക്കും. അവർ 75,000 രൂപ നിങ്ങളതിൽ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ 5 വർഷത്തെ മാസത്തവണയോട് കൂടി ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ സാധിക്കും. ഏകദേശം ഒരു 15 to 16 റേഞ്ചിലാണ് ഇതിന്റെ EMI വരും. നമ്മുടെ അടുത്ത വാഹനം മറ്റൊരു ഓട്ടോമാറ്റിക് സെഗ്മെന്റ് വാഹനമാണ്. മാരുതി സുസുക്കിയുടെ ഹാച്ച്ബാക്ക് സെഗ്മെന്റിൽ വരുന്ന സെലേരിയോ 2016 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പിൽ 72,000 കിലോമീറ്ററുള്ള VXI എന്നുള്ള AMT ഗിയർ ബോക്സിൽ വരുന്ന വാഹനം. KL11 കോഴിക്കോട് രജിസ്ട്രേഷനിൽ വരുന്ന മറ്റൊരു വാഹനം കൂടിയാണ്. VXI എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. 4 പവറിന്റെ AC പവർ സ്റ്റാരിങ്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, സെൻട്രൽ ലോക്കിംഗ് തുടങ്ങിയിട്ടുള്ള ബേസിക് വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട്. AMT ഗിയർ ബോക്സ് ആയതുകൊണ്ട് തന്നെ 16-17 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണിത്. എക്സ്റ്റീരിയർ ഭാഗങ്ങളൊന്നും കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല. ചെറിയ റീപെയിൻമെൻറ്റ് വർക്കുകൾ ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നുമില്ല. റിവേഴ്സ് ക്യാമറ, റിവേഴ്സ് പാർക്കിംഗ് സെൻസറൊക്കെ ഈ ഒരു വാഹനത്തിനകത്ത് അഡീഷണൽ ആക്സറീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 70-80% ടയേഴ്സും കിടക്കുന്നുണ്ട്. എക്സ്റ്റീരിയറൊക്കെ നല്ല രീതിയിൽ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇൻറ്റീരിയറിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സീറ്റ് വർക്ക് ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം ഒരു വാഹനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് അഡീഷണൽ ഫിറ്റിംഗ് ആയിട്ടും ചെയ്തിട്ടുണ്ട്. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. ഡോർ പാഡ് കാര്യങ്ങൾക്കൊന്നും പരിക്കില്ല. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള അത്യാവശ്യം നോർമൽ റണ്ണിങ് കാര്യങ്ങളെല്ലാം കിലോമീറ്റർ നോർമൽ റണ്ണിങ് ആണ്. അതേപോലെ തന്നെ സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ പോയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു സെലേരിയോ ഓട്ടോമാറ്റിക് വാഹനമാണ്. 2016 മോഡലിൽ നിൽക്കുന്ന VXI എന്നുള്ള പേരിൻ്റെ ഈ വാഹനം. എഞ്ചിൻ ഭാഗം കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്പുറം ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല എന്നുള്ള പേസ്റ്റിംഗ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ക്രോസ് ബമ്പറിൻ്റെ കാര്യങ്ങൾക്കും അതും ഡാമേജ് ഇല്ല. ഈ ഒരു സൈഡ് പേസ്റ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിലും ഡാമേജ് ഇല്ല. ബോണറ്റിൻ്റെ ഒക്കെ പേസ്റ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതും സ്റ്റോക്ക് കണ്ടീഷനാണ് നിൽക്കുന്നത്. ഓയിൽ ലീക്ക് ഇല്ല. അത്തരത്തിലുള്ള നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നുമില്ല. ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ല എന്നുള്ള ഈ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളെല്ലാം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അതും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ് നിങ്ങൾ നോക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഞാൻ സജസ്റ്റ് ചെയ്യും. ഈ ഒരു വാഹനത്തിൻ്റെ നെറ്റ് പ്രൈസ് വരുന്നത് 4,05,000 രൂപയാണ്. ഒരു 3.5 ലക്ഷം വരെ ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ്. അപ്പോൾ ഒരു 50,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് നിങ്ങളുടെ കയ്യിൽ ഇറക്കാൻ ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ ഒരു ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിൻ്റെ വാഹനം. അതും 5 വർഷത്തെ മാസ കാലയളവോടുകൂടി ഏകദേശം 8 to 9 റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരും. നമ്മുടെ അടുത്ത വാഹനം ഹോണ്ടയുടെ മറ്റൊരു സെഡാൻ വാഹനം. അതും ലോ ബഡ്ജറ്റിൽ ഒരു സെഡാൻ വാഹനം ഹോണ്ട സിറ്റി 2010 മോഡലിൽ നിന്ന് പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന വാഹനം. ഹോണ്ട സിറ്റി എസ് എന്നുള്ള വേരിയൻ്റ് വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 1,45,000 കിലോമീറ്ററാണ് വാഹനം ഇതുവരെ റൺ ചെയ്തിട്ടുള്ളത്. KL07 എറണാകുളം രജിസ്ട്രേഷനിൽ നിന്ന് വാഹനം. എസ് എന്ന് പറഞ്ഞാൽ മിഡിൽ ഓപ്ഷൻ വേരിയൻ്റാണ്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല യാത്രാ കംഫർട്ടുള്ള ലോ ബഡ്ജറ്റിൽ നിന്ന് സെഡാൻ വാഹനം അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ്. കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നും ഇല്ലാതെ മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം കുറഞ്ഞിട്ടുള്ള ഒരു 13 to 14 റേഞ്ചിൽ മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണ് ഹോണ്ട സിറ്റി എന്നുള്ള ഒരു വാഹനം. നല്ല ലോങ് ഡ്രൈവ് യാത്രാ കംഫർട്ട് കിട്ടുന്നതാണ് ഈ ഹോണ്ട സിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. എസ് എന്നുള്ള വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിങ്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, സ്റ്റിയറിംഗ് കൺട്രോൾസ് തുടങ്ങിയിട്ടുള്ള ബേസിക്കലി ഒരു വാഹനത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട്. എക്സ്റ്റീരിയർ ഭാഗം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ല പക്ക പെയിൻറ്റിംഗ് ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനമാണിത്. അധികം റീപെയിൻറ്റ് വർക്ക് അല്ലെങ്കിൽ അധികം ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഒന്നും വരാത്ത രീതിയിൽ വാഹനം പക്ക നല്ല പ്രൊഫഷണൽ രീതിയിൽ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ പോയിട്ട് കറക്റ്റ് രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണിത്. എക്സ്റ്റീരിയർ അതേപോലെ തന്നെയാണ് ഇൻറ്റീരിയറും നല്ല രീതിയിൽ പ്രീമിയം ക്വാളിറ്റിയിൽ വാഹനം മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ലെതർ സീറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വിശാലമായിട്ടുള്ള ഡാഷ്ബോർഡ്, അതും നല്ല രീതിയിൽ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് അതേപോലെ ഡുവൽ എയർ ബാഗ്, ABS കാര്യങ്ങളെല്ലാം ഈ ഒരു വേരിയൻറ്റിനകത്ത് കമ്പനി എസ് എന്നുള്ള വേരിയൻറ്റിനകത്ത് തന്നെ ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എടുക്കുന്ന അത്രയും ബഡ്ജറ്റ് കുറവിൽ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള നല്ല യാത്രാ കംഫർട്ടുള്ള അധികം മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും വരാത്തൊരു വാഹനം ഇത് നല്ല ചോയ്സ് തന്നെ ആയിരിക്കും. കാരണം ഒരു അൾട്ടോൻ്റെ ക്യാഷ്, ഒരു അൾട്ടോ 800 ഭാഗത്ത് ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹോണ്ട സിറ്റി 2010 മോഡൽ വരുന്ന ഹോണ്ട സിറ്റി വാഹനം സ്വന്തമാക്കാം. അപ്പോൾ പലർക്കും സംശയം ഉണ്ട് അടുത്ത വർഷം റിന്യൂവൽ ഉണ്ടാക്കും. 2025 റിന്യൂവൽ ഉണ്ടാവുന്നുള്ളൂ. റിന്യൂവൽ ഉണ്ടാവും ഏകദേശം ഒരു 10 രൂപ റേഞ്ചിൽ അല്ലെങ്കിൽ 11 രൂപ റേഞ്ചിൽ റിന്യൂവൽ കോസ്റ്റ് വരും. എഞ്ചിൻ ഭാഗം കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിലും പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. IVTEC എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ സംഭവങ്ങളൊന്നും വരില്ല. പിന്നെ ബോണറ്റ് വേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം ഈ സ്റ്റിക്കേഴ്സ് കണ്ടാൽ മനസ്സിലാക്കുക അത് ഒറിജിനൽ ബോണറ്റാണ്. അന്ന് 2010 ഇറങ്ങിയിട്ടുള്ള സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്ന ബോണറ്റാണ്. ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ല എന്നുള്ള അതിൻ്റെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളെല്ലാം ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം നിങ്ങൾ സ്വന്തമാക്കാം 2,15,000 രൂപക്ക്. 2,15 നമുക്ക് 1.5 ലക്ഷം വരെ ഇതിനകത്ത് ലോൺ സൗകര്യം, അല്ലെങ്കിൽ 1,75 വരെ ഇതിനകത്ത് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. ഒരു 2 വർഷത്തെ മാസക്കാലയളവോടുകൂടി ഏകദേശം 7 രൂപ റേഞ്ചിലാണ് ഇതിന് EMI വരിക. അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വാഹന വിശേഷങ്ങൾ. ഏകദേശം 10 to 12 വാഹനങ്ങളാണ് ഇന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. മാക്സിമം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ഒരു 10-12 വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു. അതിനകത്ത് മാനുവലും ഓട്ടോമാറ്റിക്കും 7 സീറ്റും 5 സീറ്റും എല്ലാ വാഹനങ്ങളും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓൾ കേരള ഫിനാൻസ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഓൾ കേരള ഡെലിവറി സൗകര്യം അവൈലബിൾ ആണ്. എല്ലാ സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ കിടക്കുന്ന ഏകദേശം 200 ചില്ലാനും വാഹനം
വാഹനങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസും കിട്ടണമെങ്കിൽ വാട്സപ്പ് നമ്പറിനകത്ത് പോയി കഴിഞ്ഞാൽ കാറ്റലോഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. കാറ്റലോഗ് പോയി കഴിഞ്ഞാൽ ഫുൾ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ ഏതെങ്കിലും വാഹനങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സെപ്പറേറ്റ് വീഡിയോസോ ഫോട്ടോസോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി, നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിൽ 4 നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. മാക്സിമം രാത്രി സമയങ്ങളിൽ മാക്സിമം 8 to 8 ഉള്ളിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ കാണുന്നതെന്ന് വെച്ചാൽ വീഡിയോ കാണുന്നെങ്കിൽ വാട്സപ്പ് ത്രൂ മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വാട്സപ്പ് ത്രൂ റിപ്ലൈ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് വാഹന വിശേഷങ്ങൾ. ഇനിയും ഒരുപാട് വാഹനങ്ങൾ നമുക്ക് സ്റ്റോക്ക് പുതുതായിട്ട് കയറാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേഷൻസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും പുതിയതായിട്ട് വാഹനങ്ങൾ വരുന്ന സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടണമെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാ പേജിനകത്ത് കറക്റ്റായിട്ട് ട്രൂ ചോയ്സ് ഒഫീഷ്യൽ എന്നുള്ള ഇൻസ്റ്റാ പേജിനകത്ത് കറക്റ്റായിട്ട് നമ്മൾ എല്ലാ ദിവസവും പുതിയതായിട്ട് സ്റ്റോക്ക് കയറുന്ന വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ കാർലെറ്റിൻ്റെ ആപ്പ് അതിൻ്റെ ലോഞ്ച് ആയിട്ടുണ്ട്, ഓൾറെഡി ലോഞ്ച് ആയിട്ടുണ്ട്. അതിൻ്റെ അപ്ഡേഷൻസ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പുതിയ വാഹനങ്ങളുടെ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അതിനകത്ത് അപ്ഡേഷൻസ് ഡെയിലി വൈസ് നടക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു 1-2 ദിവസങ്ങൾ തന്നെ മൊത്തം വാഹനങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ജസ്റ്റ് ട്രയലിന് വേണ്ടിയിട്ട് 1-2 വാഹനം മാത്രമേ അതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അത് ജസ്റ്റ് ട്രയൽ റൺ മാത്രം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള വാഹനങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കാറ്റലോഗ് നോക്കേണ്ട ആവശ്യം വരില്ല. OLX, FB തുടങ്ങിയിട്ടുള്ള പ്ലാറ്റ്ഫോമൊന്നും നിങ്ങൾക്ക് ഇനി റെഫർ ചെയ്യേണ്ട ആവശ്യം വരില്ല. മൊത്തം ആപ്പിനകത്തേക്ക് നമ്മൾ മാറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടുതൽ അപ്ഡേഷൻസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിൽ അറിയിക്കും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും ബൈ.